പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. രാജ്യസഭയിൽ നടുതളത്തിലിറങ്ങി പ്രതിഷേധിച്ച TMC അംഗം ജെറിക് ഒബ്രയാനെ സസ്പെൻഡ് ചെയ്ത രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി അപലപിക്കേണ്ട സംഭവമാണെന്നും സന്ദർശന പാസ് അനുവദിക്കുമ്പോൾ എംപിമാർ ജാഗ്രത പുലർത്തണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം പാർലമെന്റ് സുരക്ഷാ ചുമതലയുള്ള 8 ജീവനക്കാരെ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തു. പാർലമെന്റിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിലയിരുത്തി. ഗൗതം അനന്തനാരായൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമായി. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാവിലെ സഭ ചേർന്നപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. തുടർന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി. സംഭവം അപലപനീയമാണ്. മാത്രമല്ല, ഈ പാസ് ഇഷ്യൂ ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള ജാഗ്രത എല്ലാ എംപിമാരും പുലർത്തണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന സന്ദേശമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയത്. മാത്രമല്ല, ഈ ആഭ്യന്തരമന്ത്രി സഭയിൽ സംസാരിക്കണം എന്ന ആവശ്യം സ്പീക്കർ തന്നെ തള്ളിക്കളഞ്ഞു. ലോക്സഭാ സ്പീക്കർ പറഞ്ഞത് ലോക്സഭയുടെ പാർലമെന്റിന്റെയും സുരക്ഷാ ചുമതല തനിക്കാണ്. അതിനാൽ താൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതിനകം നൽകി കഴിഞ്ഞു. ഇന്നലെ സർവകക്ഷി യോഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനാൽ ഇനിയും ആഭ്യന്തരമന്ത്രി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി ഈ കോൺഗ്രസിന്റെ എംപിമാർ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 3 എംപിമാരെ സ്പീക്കർ ഓം ബിർള താക്കീത് ചെയ്തിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, TN പ്രതാപൻ എന്നീ 3 കോൺഗ്രസ് എംപിമാരെയാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ താക്കീത് ചെയ്തത്. അതേസമയം രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ MP ഡെറിക് ഒബ്രയാനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് വരെ അവിടെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ കടന്നു. എന്തായാലും ശക്തമായ ബഹളം ഈ ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം BJP ചൂണ്ടിക്കാണിക്കുന്നത് മുൻപും ഇത്തരം സംഭവങ്ങൾ, ഇത്തരം സുരക്ഷാ വീഴ്ച ഇതാദ്യമായല്ല. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ രീതിയിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയും സർക്കാരിനെ ആക്രമിക്കുവാനുള്ള ഒരു ആയുധമായി ഇതിനെ എടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് BJPക്കുള്ളത്. എന്തായാലും 2 മണിക്ക് ഇരുസഭകളും വീണ്ടും ചേരും. ഉച്ചതിരിഞ്ഞും ബഹളം തുടരും എന്ന് തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരുൾപ്പെടെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതേസമയം രാവിലെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിർണായക യോഗം പാർലമെന്റിൽ വിളിച്ചു ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി, യുവജന കായിക ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ പ്രധാനമന്ത്രി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഗൗതം.